ഹലോ എവരിവൺ, NDA UGC നെറ്റ് റീ എക്സാം അതിന്റെ ഫേസ് 1 സിറ്റി ഇന്റിമേഷൻ വന്നിട്ടുണ്ട്. ഫേസ് 1 ഏതൊക്കെ സബ്ജക്റ്റ് ആണ് വരുന്നത്, ആർക്കൊക്കെയാണ് ഇപ്പോൾ സിറ്റി ഇന്റിമേഷൻ ലഭിക്കുന്നത്, സിറ്റി ഇന്റിമേഷൻ ചേഞ്ച് ചെയ്യാൻ, എക്സാം സിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ, അഡ്മിറ്റ് കാർഡ് എപ്പോഴാണ് ലഭിക്കുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആഗസ്റ്റ് 12-ാം തീയതിയാണ് ഈ പബ്ലിക് നോട്ടീസ് വന്നിരിക്കുന്നത്. നോർമലി ഇവർ ഏർലി മോർണിംഗിൽ 3 മണി 4 മണിക്കൊക്കെയാണ് ഇത് വരാറുള്ളത്. ഒരു 1 hour ആയിട്ടുണ്ടാവും ഈ ഒരു പബ്ലിക് നോട്ടീസ് വന്നു കഴിഞ്ഞിട്ട്. ഇപ്പൊ നമുക്ക് ലഭിക്കുന്നത് 21, 22, 23 ഈ 3 തീയതികളിൽ നടക്കുന്ന പരീക്ഷയുടെ സിറ്റി ഇന്റിമേഷൻ, ഈ 3 തീയതികളിൽ നടക്കുന്ന പരീക്ഷയുടെ സിറ്റി എവിടെയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ചുകൊണ്ട് സിറ്റി ഇന്റിമേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്, സിറ്റി ഇന്റിമേഷൻ എന്ന് പറയുന്നത് അഡ്മിറ്റ് കാർഡ് അല്ല. അഡ്മിറ്റ് കാർഡ് എന്നുള്ളത് നമ്മുടെ പരീക്ഷാ കേന്ദ്രം, നമ്മുടെ എക്സാം ഷിഫ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. അഡ്മിറ്റ് കാർഡ് നമ്മുടെ പരീക്ഷയുടെ 1-2 ദിവസം മുമ്പേ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സിറ്റി ഇന്റിമേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എവിടെയും കാണിക്കാനൊന്നുമില്ല. നമ്മുടെ സിറ്റി എവിടെയാണ് എന്നുള്ളത് അറിയാനാണ് ഈ ഒരു സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് നമുക്ക് തരുന്നത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇതിന്റെ കൂടുതൽ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ബന്ധപ്പെടാനുള്ള മെയിൽ ഐഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെ വിഷയങ്ങളാണ് ഇതിൽ വരുന്നത്, മെയിനായിട്ട് നമുക്ക് ഇവിടുന്ന് വരുന്ന വിഷയങ്ങൾ മാത്രം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 21-ാം തീയതി ഇംഗ്ലീഷ് വരുന്നുണ്ട്, പെർഫോമിംഗ് ആർട്സ് വരുന്നുണ്ട്. 22-ാം തീയതി സോഷ്യൽ വർക്ക് വരുന്നുണ്ട്, മ്യൂസിക് വരുന്നുണ്ട്. അത്രയും വിഷയങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. 23-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. 21-ാം തീയതി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷിഫ്റ്റ് 1-ലും ഷിഫ്റ്റ് 2-ലും ഇംഗ്ലീഷ് ഉണ്ട്. അതുപോലെ തന്നെ 22-ാം തീയതി ഷിഫ്റ്റ് 2-ലാണ് എഡ്യൂക്കേഷൻ വരുന്നത്. ഓക്കെ, 23-ാം തീയതി ഷിഫ്റ്റ് 2-ല് അറബ്, കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് വരുന്നുണ്ട്, സോഷ്യോളജി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റിന്റെ പരീക്ഷയ്ക്കായിട്ടുള്ള എക്സാം സിറ്റിയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇത് കൃത്യമായിട്ട് ലഭിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാം. ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ മറ്റുള്ളവരൊന്നും തന്നെ ഇപ്പൊ ചെക്ക് ചെയ്യേണ്ടതില്ല. 21, 22, 23 ഈ 3 തീയതികൾക്കായിട്ടാണ് ഇപ്പൊ സിറ്റി അലോട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, അടുത്ത ഡേറ്റിലേക്ക് വരുന്ന സിറ്റി എപ്പോൾ ലഭിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം അതിന്റെ ഒരു 1 വീക്ക് മുമ്പ്, ഇപ്പൊ ഒരു 7 ദിവസം മുമ്പാണ് ഈ ഒരു സിറ്റി വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പരീക്ഷയുടെ 7 ദിവസം മുമ്പേ നിങ്ങൾക്ക് സിറ്റി ലഭിക്കും എന്നുള്ളത് കൂടെ നിങ്ങൾ അറിയാം. അഡ്മിറ്റ് കാർഡ് നമ്മുടെ പരീക്ഷയുടെ ഒരു 2-3 ദിവസം മുമ്പ് നമുക്ക് ലഭിക്കും. 21-ാം തീയതി, 22, 23 നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് നമുക്കൊരു 17-ാം തീയതിയൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, ആ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി എല്ലാവരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയം, ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ഒരുപാട് മെസ്സേജുകൾ വരുന്ന ഒരു കാര്യം കൂടിയാണ്, ഈ സിറ്റി മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത്. അതായത് നമ്മുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും അറിയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 4 ഓപ്ഷനാണ് സിറ്റി തിരഞ്ഞെടുക്കാനുള്ളത്. പ്രയോറിറ്റി ലിസ്റ്റിൽ നമുക്ക് 4 ഓപ്ഷനായിട്ട് നമ്മുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാം. ഇതിൽ നമ്മൾ കേരളത്തിലാണ് നമ്മുടെ അഡ്രസ്സ് ഉള്ളതെങ്കിൽ, പെർമനന്റും അതുപോലെ തന്നെ പ്രസന്റ് അഡ്രസ്സും ഉള്ളതെങ്കിൽ നമുക്ക് കേരളത്തിൽ മാത്രമേ നമ്മുടെ എക്സാം സെന്റർ സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ എക്സാം സെന്റർ സെലക്ട് ചെയ്തു. ഇപ്പൊ 1 കോഴിക്കോടാണ്, 2 കണ്ണൂരാണ്, തൃശ്ശൂരാണ്, പാലക്കാടാണ്, ഇങ്ങനെയാണ് സെലക്ട് ചെയ്തെങ്കിൽ ഈ 4 സെന്ററുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഒന്നുകിൽ പാലക്കാട് ലഭിക്കും, അല്ലെങ്കിൽ കോഴിക്കോട് ലഭിക്കും. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പ്രയോറിറ്റിക്ക് അനുസരിച്ച് കൊടുത്ത രീതിയിൽ ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. കാരണം ഇത് CBT എക്സാം ആണ്. ഒരു 80% പേർക്കും അവരുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ലഭിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം സിറ്റി ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊടുത്ത 4 സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ ചേഞ്ച് ചെയ്ത് തരും. പിന്നെ ചേഞ്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെയാണ് NDAയിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നത്. എക്സാം സിറ്റി ചേഞ്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് മെയിൽ അയക്കാം, മെയിൽ അയച്ചു നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോ കേരളത്തിന് പുറത്തേക്ക്, അത് ഡൽഹി, ഹൈദരാബാദ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സെന്റർ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിനൊരു സാധ്യതയില്ല. കാരണം നമ്മൾ നമ്മുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കേരളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് സെന്റർ ലഭിക്കില്ല. നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് കേരളത്തിലും പ്രസന്റ് അഡ്രസ്സ് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തോ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ കൊടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നോർമലി അങ്ങനെയാണ്.
അതിന് പുറമെയാണ് നമ്മൾക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും വിളിക്കുമ്പോൾ പറയുന്നതാണ്, NDAയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് കൊണ്ടാണല്ലോ പരീക്ഷ മാറ്റിയിരിക്കുന്നത് എന്നുള്ളത്, NDAയുടെ ഇഷ്യൂ കൊണ്ടാണല്ലോ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ NDA യാതൊരു കാരണവശാലും അവരുടെ ട്വിറ്റർ പേജിലായാലും അവരിത് അംഗീകരിച്ചിട്ടില്ല. അവരുടെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ കാണാം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഗവൺമെന്റിന്റെ തീരുമാനത്തിനനുസരിച്ചിട്ട് പരീക്ഷ നടത്തുകയാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാനും വിളിച്ചു ചോദിക്കാനുള്ള സൗകര്യമുണ്ട്. അത് നിങ്ങൾ ചെയ്യുക. കൃത്യമായിട്ട് അവർ മറുപടി തരുന്നതായിരിക്കും. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കും വിളിച്ചന്വേഷിക്കാം. നമ്മളിപ്പോ 2 തവണ വിളിച്ചു. 2 തവണ വിളിച്ചപ്പോഴും ഒരു തവണ വിളിച്ചപ്പോൾ അവര് ജസ്റ്റ് മെയിൽ അയച്ചു നോക്കൂ, നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. രണ്ടാമത് വിളിച്ചപ്പോൾ പറയുന്നത് നമുക്ക് കൊടുക്കാത്ത സ്ഥലങ്ങളിൽ, നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പരീക്ഷാ സെന്ററുകൾ ലഭിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണെന്നുള്ളതാണ്. എന്നാലും നിങ്ങൾക്ക് മെയിൽ അയച്ചു നോക്കാം. പലർക്കും ഇപ്പോൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും കേരളത്തിൽ തിരിച്ചു വന്ന് പരീക്ഷ എഴുതാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള അവസ്ഥയിൽ നിങ്ങൾക്കൊരു മെയിൽ അയച്ചു നോക്കാം. കാരണം നിങ്ങൾക്ക് പരീക്ഷാ സെന്റർ മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. കുറെ ദിവസങ്ങളായിട്ട് ഒരുപാട് മെസ്സേജ് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 21, 22, 23 തീയതികളിൽ നടക്കുന്ന പരീക്ഷയുടെ സിറ്റി ഇന്റിമേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഷിഫ്റ്റിലും സെക്കൻഡ് ഷിഫ്റ്റിലും ഇംഗ്ലീഷ് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരീക്ഷാ സെന്ററിലേക്ക് പോകുമ്പോഴും പരീക്ഷാ ഹാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മൾ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്ഡേറ്റുകൾ അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആ കാര്യം തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റിനൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. യാതൊരു കാരണവശാലും പുറകോട്ട് പോകാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.